കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ, അള്ളാഹു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, അവിടുത്തെ ജീവിതകാലം മുഴുവനും ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ശക്തിയുമായി വർത്തിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ, അവിടത്തെ സംബന്ധിച്ച് ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. വൈലത്തൂരിലെ പ്രവർത്തകരോട് ചോദിച്ചാൽ അറിയാം, ആ ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ ഉപ്പാപ്പ അവിടുത്തെ സ്വന്തം മക്കളെയും ഈ പ്രസ്ഥാനത്തിൻ്റെ കണ്ണികളാക്കാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ മഹത്വമാണ് തൻ്റെ അവസാനത്തെ പ്രഭാഷണത്തിൽ പോലും ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞിരുന്നത്. എനിക്ക് CM വലിയുല്ലാഹി ഉണ്ടായിരുന്നു, അതുപോലെ കോയപ്പാപ്പ ബഹുമാനപ്പെട്ടവരുണ്ടായിരുന്നു, എന്നാൽ എൻ്റെ മക്കൾക്കിന്നുള്ളത് സുൽത്താനുൽ ഉലമയും അതുപോലെ റഈസുൽ ഉലമയും അടക്കമുള്ള താജുൽ ഉലമ നേതൃത്വം നൽകിയ ഈ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞ് മക്കളെ കൊണ്ട് പ്രസ്ഥാനത്തിൻ്റെ മെമ്പർഷിപ്പ് എടുപ്പിച്ചവരാണ് ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി വൈലത്തൂർ തങ്ങൾ ഉപ്പാപ്പ. അവിടുത്തെ ജീവിതകാലത്ത് അവിടുന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെതായി എടുത്ത മുഴുവൻ മെമ്പർഷിപ്പും ഇന്നും സൂക്ഷിപ്പിരിപ്പുണ്ട്. അത്ര ആദരവോടെ കണ്ടിട്ടുള്ള ബഹുമാനപ്പെട്ട യൂസുഫുൽ ജീലാനി വൈലത്തൂർ തങ്ങൾ ഉപ്പാപ്പ, ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷം നൗഷാദ് കുറച്ച് ഓഡിയോ ക്ലിപ്പ് കൊണ്ടുവരികയാണ്. എന്താണ്? നൗഷാദിനെ വിളിച്ചു, എന്നിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങളെ തങ്ങളുപ്പാപ്പ ചീത്ത പറയുന്നു. ചീത്ത പറഞ്ഞിട്ട് നൗഷാദിനോട് അവരുടെ കുറ്റവും കുറവും പറയുന്നു, ഈ പ്രസ്ഥാനത്തെ മോശമായി പറയുന്നു എന്നൊക്കെ പറഞ്ഞ് നൗഷാദ് ചില ഓഡിയോ ക്ലിപ്പുകൾ വ്യാജ്യമായി നിർമ്മിച്ചു കൊണ്ടുവരികയാണ്. അപ്പം നമ്മളത് പിടികൂടി പറഞ്ഞു, മൗലവി, ഈ കാലഘട്ടത്തിൽ വ്യാജ ക്ലിപ്പുണ്ടാക്കാൻ ആർക്കാ കഴിയാത്തത്? എന്തല്ല വീഡിയോ ഉണ്ടാക്കാൻ വരെ കഴിയും. ഇന്നത്തെ ഈ AI കാലഘട്ടത്തിൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചപ്പോൾ മൗലവിൻ്റെ വെല്ലുവിളി, എന്നാൽ ധൈര്യമുണ്ടോ? അത് പരിശോധിക്കാം, നമുക്ക് അത് ആരുടെ വോയിസാന്ന് പരിശോധിക്കാം. മൗലവി, ആ പരിശോധനയ്ക്കല്ല പ്രസക്തി. തങ്ങളുപ്പാപ്പ നിങ്ങളെ വിളിച്ചിട്ടുണ്ടാകും. താങ്കളുടെ ഈ ബിദ്അത്തിലേക്കുള്ള പോക്ക് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നിങ്ങളെ ഉപദേശിച്ചിട്ടുണ്ടാകും വിളിച്ചുകൊണ്ട്. അങ്ങനെ പല സമയത്തും കോൾ ചെയ്തിട്ടുണ്ടാകാം, നിങ്ങളെ ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിച്ചിട്ട്. അങ്ങനെ പലരും നിങ്ങളെ നന്നാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും പ്രബോധനം നടത്തിയിട്ട് ഈമാൻ കിട്ടിയിട്ടില്ല അബൂലഹബിനും അതുപോലെ തന്നെ അബൂജഹലിനൊന്നും. അതുപോലെ നമ്മുടെ ആലിമീങ്ങളൊക്കെ നിങ്ങളെ ഉപദേശിച്ചിട്ടും നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയില്ല, തെറിച്ചുപോയി. അങ്ങനെയുള്ള കോളുകളിൽ നിന്ന് തങ്ങളുപ്പാപ്പാൻ്റെ ചില വോയിസുകൾ അവിടെ കട്ട് ചെയ്തു, ഇവിടെ കട്ട് ചെയ്തു, അതിൻ്റെ സ്ഥാനത്തേക്ക് നിൻ്റെ വോയിസ് ചേർത്ത് കൊടുത്തു. അങ്ങനെ ചില വ്യാജമായ ഓഡിയോ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് തങ്ങളുടെ വഫാത്തിന് ശേഷം ഇവിടെ കൊണ്ടുവന്നാൽ അത് ജനങ്ങൾ വിശ്വസിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിൽ സത്യമുണ്ട് എന്ന 1% വിശ്വാസം താങ്കൾക്കുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തങ്ങളുപ്പാപ്പായുടെ ഹയാത്ത് കാലത്ത് അത് പുറത്തുവിട്ടില്ല എന്ന പ്രസക്തമായ ചോദ്യം ഞാൻ ചോദിച്ചില്ലേ? എന്തേ അത് പുറത്തുവിടാതിരുന്നത്? അത് നൗഷാദിനറിയാം, അത് പുറത്തു വിട്ടാൽ തങ്ങളിൽ എന്നെ വെറുതെ വിടൂലാന്ന് അല്ലേ? ഇത് ആർക്കുണ്ടാക്കടോ? ഞാൻ ഈ പ്രസംഗത്തിന് എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു 2 മിനിറ്റ് മുമ്പ് എൻ്റെ ഫോണിലൂടെ ഉണ്ടാക്കിയ ഒരു ക്ലിപ്പ്, ഒരു ഫോൺ റെക്കോർഡ്, തങ്ങൾ എന്നെ വിളിച്ചത്. നിങ്ങൾ കൊട്ടപ്പുറം പരിപാടിക്ക് ശേഷം എന്നെ വിളിച്ചതാക്കിയിട്ട് ഞാനുണ്ടാക്കി, അത് വ്യാജമായിട്ടുണ്ടാക്കിയതാണ്. ഇങ്ങനെ ഉണ്ടാക്കാൻ സ്വന്തം കയ്യിലുള്ള ഫോണിലൂടെ ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. നിങ്ങളങ്ങനെ ബഹുമാനപ്പെട്ട നമ്മുടെ നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ നമ്മുടെ ഉലമാ സാദാത്യങ്ങൾ, അവർ നിങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി വിളിച്ച പല ഫോൺ കോളുകളും അതിനെ പല കഷ്ണങ്ങളാക്കി വെട്ടിമാറ്റി ഇതുപോലെ വ്യാജമായി നിങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടാകും. അതൊന്നും ഒരു പ്രശ്നമല്ല. അത് നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നാൽ സമൂഹം അത് ചവറ്റുകൊട്ടയിലേക്ക് തള്ളും. ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതൊന്ന് കേൾക്കി. ഹലോ, അസ്സലാമു അലൈക്കും. തങ്കബാബ തിരക്കിലാണോ? വാളക്കുളാണ്. തിരക്കിലൊന്നല്ലല്ലോ തങ്ങളെ? റാഹത്തല്ലേ? ഇൻഷാ അല്ലാഹ്. കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്. നൗഷാദ് ഇന്നലെ കൊട്ടപ്പുറത്തായിരുന്നു തങ്ങളെ? ഇന്നലെ കൊട്ടപ്പുറത്തുണ്ടായിരുന്നു. ബുദ്ധിമുട്ടിക്കൊണ്ട് വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ വിളിക്കാതിരിക്കുന്നതാണ്. കാര്യങ്ങളൊക്കെ അറിയല്ലോ. അപ്പൊ നല്ലൊരു മറുപടി കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൽമൈനിയൊക്കെ ഇപ്പൊ അബുൽ ഇൽമൈനുമായി ബന്ധപ്പെട്ടാണല്ലോ ഇവരല്ലാത്ത ജാഹിലീങ്ങളെ. ആ ഷെയ്ഖിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് 2 പേരുണ്ടല്ലോ ഇമാമുകൾ പറഞ്ഞത്.
പറയുന്നതൊക്കെ പൊട്ടത്തരാണെന്ന് നൗഷാദിനെ തന്നെ അറിയാം, അവൻ്റെ കൂടെ ഉള്ളവർക്കും അറിയാം. പിന്നെ ഇങ്ങനെ ജഹാലത്തിൽ ഉറക്കും. മഹാന്മാരോടുള്ള വെറുപ്പുണ്ടനെ. തങ്ങൾ പറഞ്ഞ കാട്ടുകള്ളൻ സുക്കൂത്തിലാണ്. അതെ 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 അതെ, കിതാബിയായി മറുപടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ? ഏതെങ്കിലും ഒരു നിലയ്ക്ക് പറയാൻ കഴിയുമെങ്കിൽ അയാൾ പറയേണ്ടതല്ലേ? പറയുന്നില്ല. ആവശ്യമായ തോതിൽ യൂട്യൂബിലൂടെ നമുക്കിങ്ങനെ പറയാമല്ലോ അല്ലേ നൗഷാദിനെതിരെ? നമ്മൾ വിടാൻ പറ്റും. ഒരു നിലക്കുമുള്ള ഒരു വിശ്വസ്തയും നൗഷാദിന് ഇല്ലല്ലോ. അതിലൊന്നാണ് ഒപ്പിട്ട് സ്വീകരിക്കാത്ത അവരെ നമ്മൾ സ്വീകരിക്കുന്നത്. അതെ അതെ, പച്ചക്കളവ് പറയാൻ ഒരു നാണവുമില്ല. ഇപ്പൊ തങ്ങപ്പാപ്പാന്റെ പേരിൽ തന്നെ എന്തെല്ലാം കളവുകളാണ് അവൻ പറയുന്നത്. അവനെ തങ്ങൾ വിളിച്ചു എന്നും സമസ്തയിലെ പണ്ഡിതന്മാർക്കെതിരെ തങ്ങപ്പാപ്പ അവനോട് പലതും പറഞ്ഞു എന്നും അങ്ങനെ ഒരുപാട് കളവുകൾ. തങ്ങപ്പാപ്പ സമസ്തക്കെതിരാണ് എന്നാണ് അവൻ പറയുന്നത്. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു തങ്ങപ്പാപ്പ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഉഡായിപ്പൊന്നും നടക്കൂല എന്ന് ഞാൻ പറഞ്ഞു. കുരുവട്ടൂരിസം ശരിയാണെന്ന് തങ്ങപ്പാപ്പ അവരോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു തങ്ങപ്പാപ്പ അങ്ങനെ പറയില്ല എന്ന് മാത്രമല്ല, കുരുവട്ടൂരിസം ബാത്തിലാണെന്ന് തങ്ങളാണ് പറഞ്ഞത്. പറയണ്ടെന്ന് ഒരാളോട് പറയാൻ അധികാരം എനിക്കില്ല, ഒരാൾക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, നമ്മൾ ഈ സുന്നത്ത് ജമാഅത്ത് പറയുന്നത് ഒന്ന് നിർത്തി കിട്ടണം, അതിന് തങ്ങൾ പാപ്പനെ പോലുള്ള അവർ പറയണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ള വ്യാജം പ്രചരിപ്പിക്കുകയാണ്. അതിന് നല്ല മറുപടി നമുക്ക് നൗഷാദിന് കൊടുക്കണമല്ലോ അല്ലേ? അതിന് മറുപടി പറഞ്ഞാലോ ശരിക്ക്. അവർ വിചാരിച്ച് ഇങ്ങനെ കളവ് പറഞ്ഞാൽ നമ്മളിത് നിർത്തുന്നതാണ്. തങ്ങളിപ്പോ നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ എന്നുള്ള ആൾക്കാർ സുന്നത്ത് ജമാഅത്ത് എന്നുള്ള നിലക്കല്ലേ? നിങ്ങളത് സുന്നത്ത് ജമാഅത്തിന്റെ വിഷയം. അവരെ അടിവേരറുക്കാൻ നമ്മുടെ ഈ യൂട്യൂബ് മറുപടി തന്നെ ധാരാളമാണ്. തീർച്ച എക്കാലത്തും. എന്നാ വെക്കട്ടെ, തങ്ങൾ ദോരക്കുന്നാല് ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ എനിക്ക് സാധിച്ചില്ല. അത് വേണമെന്നില്ല, തങ്ങപ്പാപ്പ ആണ് വിളിക്കണ്ടേ. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഇങ്ങനെ ദോരുന്നാൽ മതി. എങ്ങനെയുണ്ട് സഹോദരങ്ങളെ? ഇങ്ങനെ ഫോൺ കോള് വ്യാജമായിട്ടുണ്ടാക്കാൻ ഈ കാലത്ത് ഒരു പണിയുമില്ല. ഇത് ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് എൻ്റെ ഫോണിൽ വെച്ചുണ്ടാക്കിയതാണ്. എങ്ങനെയാണ് ഈ കുരുവട്ടൂരികൾ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരുടെയും സാദാത്യങ്ങളുടെയും ഫോൺ കോൾ ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ ഒരു സാമ്പിളാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇങ്ങനെ ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല ആർക്കും. ഞങ്ങളുടെ പ്രവർത്തകർ ഈ സൈബർ രംഗത്തും അതുപോലെ ഈ ടെക്നിക്കൽ രംഗത്തും എത്ര കഴിവുള്ളവരുണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ എത്ര ഉണ്ടാക്കാം, ഫോണും വീഡിയോ അടക്കം ഉണ്ടാക്കാം. നൗഷാദ് മറ്റേ കോമാട്ടിച്ചാലിൽ അബ്ദുള്ളക്കെതിരെ പറയുന്ന ഫോൺ കോൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയൂലേ? പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അത് ഞങ്ങളുടെ ശൈലിയല്ല. അതേ സമയത്ത് നൗഷാദ് ഇപ്പോൾ കൊണ്ടുവരുന്ന ഫോൺ കോളൊക്കെ ഇതുപോലത്തെ വ്യാജമായി നിർമ്മിച്ചതാണ്. ഇത് തങ്ങളുപ്പാപ്പ എപ്പോഴോ വിളിച്ചിട്ടുണ്ടാകും ഇവൻ ഉപദേശിക്കാൻ. അങ്ങനെ പലപ്പോഴും പല ഘട്ടങ്ങളിലായി വിളിച്ച ഫോൺ കോളിൻ്റെ ക്ലിപ്പുകൾ, കഷ്ണങ്ങൾ അവിടുന്ന് ഇവിടുന്ന് മുറിച്ചെടുത്ത് എന്നിട്ട് അതിൻ്റെ കൂടെ ഇവൻ്റെ വോയിസും കൂടി കയറ്റി കൊടുത്ത് ഉണ്ടാക്കിയ സാധനമാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഒരു 2-3 മിനിറ്റ് പോരെ. ഈ സാധനങ്ങളൊക്കെ, ഈ ചപ്പ് ചവറുകളൊക്കെ കൊണ്ടുവന്ന് ഈ ഫോൺ കോൾ എന്ന് പറഞ്ഞ ഒരു സാധനറ്റും കൊണ്ട് വരാൻ പാടില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെയൊക്കെ കാര്യം. അപ്പോൾ ഇവർ വലിയ സംഗതിയായിട്ട് കൊണ്ടുവരുന്നതാണ് ഫോൺ കോള്, വോയിസ് റെക്കോർഡ്, വീഡിയോകൾ. അപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ അവിടുത്തെ ഹയാത്ത് കാലത്ത് നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് വളരെ കൃത്യമല്ലേ? അത് തങ്ങളുപ്പാപ്പാൻ്റെ ഹയാത്ത് കാലത്ത് പറഞ്ഞതാണ്. ആ ക്ലിപ്പ് തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ പുറത്തു വന്നിട്ടുണ്ട് അല്ലേ? അതൊന്ന് കേൾക്കട്ടെ ആദ്യം. അല്ല, ഇപ്പൊ പറഞ്ഞതായിട്ട് തന്നെ ഒരു ഇതുണ്ടായാല് അല്ല, അത് ഞാൻ അവരോട് എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ ഇയാളെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ സമസ്തന്റെ ആൾക്കാരും വിശ്വേസിന്റെ ആൾക്കാരും ചോദിച്ചപ്പോ പറഞ്ഞിട്ടുള്ളോ അവൻ കാട്ട് കള്ളനാണ്. അതിന് ലത്തീഫ് സാഹിദിക്കൊക്കെ അറിയല്ലോ, കുരുവട്ടൂര് മുസ്ലിയാർക്ക് അറിയല്ലോ, ഞാനാണ് പറഞ്ഞിക്കണെന്നുള്ളത്. കൂറ്റമ്പാറവർക്കൊക്കെ അറിയല്ലോ, ആദ്യമായിട്ട് പറഞ്ഞ ആള് ഞാനാണെന്നുള്ളത്. കുരുവട്ടൂര് ആഫിൽ കള്ളൻ, ലോക കള്ളനൊക്കെ കാട്ട് കള്ളനാണെന്നുള്ളത് കണ്ടില്ലേ? ഇത് തങ്ങളുടെ ഹയാത്ത് കാലത്ത് പുറത്തു വന്നതാണ്. അപ്പോ ശരിയായ ഒറിജിനൽ സാധനമാണെങ്കിൽ ഹയാത്ത് കാലത്ത് തന്നെ പുറത്തു വരും. ഇല്ലാത്തതാണെങ്കിൽ ഇതുപോലെ അവിടുത്തെ വഫാത്തിന് ശേഷം ഇതുപോലെ വ്യാജമായി ഉണ്ടാക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് എല്ലാ ക്ലിപ്പുകളും എല്ലാ വ്യാജങ്ങളും കബളിപ്പിക്കലും വഞ്ചനയും ഈ മുവലവിമാർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വഞ്ചനകളെ കൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിനെതിരെ എന്തെങ്കിലും ചെയ്തു കളയാമെന്നൊരു ധാരണ നൗഷാദെ താങ്കൾക്കുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ മാറ്റിവെച്ചേക്കൂ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരം വ്യാജന്മാരുടെ ഷർറിൽ നിന്ന് സമൂഹത്തെ രക്ഷപ്പെടുത്തട്ടെ എന്ന് മാത്രം
ദുആ ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.